ദൈവം നമ്മൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു വചനം വായിക്കാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് ഒരാൾ വായിച്ച് ഒന്ന് ഉറച്ചു വായിച്ചേ. ദേവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്ക് ഈ വചനങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണേ, എലീശയും ആ ഭൃത്യനും ഒരുമിച്ചാണ് ആ റൂമിലുണ്ടായിരുന്നത്. അരാം സൈന്യം എന്ന് പറഞ്ഞാൽ വലിയ സൈന്യമാണ്. അതിൽ പറയുന്നുണ്ട് ശക്തി ഏറിയ സൈന്യം. പക്ഷേ ഈ ഒരുമിച്ച് നിൽക്കുന്ന ഈ 2 പേരും ഒരാൾക്ക് ഭയം, ഭൃത്യന് ഭയം. നമ്മളിത് വായിച്ച് ശീലിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞായറാഴ്ച തോറും നമ്മൾ ദൈവസന്നിധിയിൽ പോകുന്നു, നല്ല അഭിഷിക്തന്മാർ വന്ന് പ്രസംഗിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ ആ സഭയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് മാത്രമാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നത്. മറിച്ച് ആ സഭ വിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പ്രാപിച്ചെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയും ആ വചനവും നമ്മുടെ മൈൻഡിൽ നിന്ന് താനേ പോകുന്നു. 2, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നു. സ്തോത്രം. നിങ്ങളവിടെ ശ്രദ്ധിക്കുക, 2 പേരും ആ ഭൃത്യൻ പുറത്തിറങ്ങി. അവിടെ നോക്കേണ്ടത്, ആ ഭൃത്യൻ പുറത്തിറങ്ങി, ഭയത്തോടെ പുറത്തിറങ്ങി ആ സൈന്യത്തെ നോക്കി. വലിയ സൈന്യം, അയ്യോ എന്ന് വിളിക്കുന്നുണ്ട് അവർ അങ്ങേര്. പക്ഷേ അവിടെ എലീശയെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. എലീശ വളരെ സൈലൻ്റായിട്ട് അവൻ്റെ ഭയത്തെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. 1 സെക്കൻഡ് കൊണ്ടാണ് എലീശ അവൻ്റെ ഭയത്തെ ശാസിച്ചത്. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിനക്ക് ചുറ്റും ഭയാനകമായ ചിന്തകൾ, കോപത്തിൻ്റെ ചിന്തകളാണ് നിന്നെ ചുറ്റും വലയം വയ്ക്കുന്നെങ്കിൽ നീ തോറ്റുപോകും. കാരണം നീ 24 അവേഴ്സും ഈ ഭയത്തിൻ്റെ ചിന്തകൾ കൊണ്ടാണ് നടക്കുന്നെങ്കിൽ നിനക്ക് ഒരു കാരണവശാലും അഭിഷിക്തന്മാർ പറയുന്ന തിരുവചനത്തിൻ്റെ ശക്തിയെ പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നു എന്തുകൊണ്ട് എലീശായുടെ കൂടെ നിന്ന് ഈ ഭൃത്യന് ഇത്ര ഭയം വന്നു. കാരണം ഒരു അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ഏലിയാവിനേക്കാളും ഇരട്ടി പങ്കിൻ്റെ അഭിഷേകം പ്രാപിച്ച് നടക്കുന്ന ഒരു വ്യക്തി. സ്തോത്രം. എങ്ങനെ ആ ഭയത്തെ മാറ്റി? എലീശ വന്നിട്ട് നമുക്കറിയാം, സ്തോത്രം, കാളകളെ മേച്ചുകൊണ്ട് നടന്നപ്പോഴുള്ള ആ കാര്യങ്ങൾ, പുള്ളിക്കാരൻ്റെ ജീവിത ചരിത്രമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇരട്ടി പങ്ക് അഭിഷേകം ലഭിച്ച എലീശ പിന്നെ എന്തുകൊണ്ട് കാള മേയ്ക്കാൻ പോയില്ല? പിന്നെ എന്തുകൊണ്ട് അവിശ്വാസം സംസാരിച്ചില്ല? കാരണം തൻ്റെ നേരെ വരുന്ന ഒരുപാട് പ്രശ്നത്തെയും താൻ സ്വന്തം ചിന്തയിലല്ല സ്തോത്രം ചെയ്തത്, അവനിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകത്താലാണ് അത് പുറത്തു വന്നേ. ഇന്ന് നമ്മൾ പലവരും സ്തോത്രം സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചിട്ട് പോലും ഒരു പരിധിക്കപ്പുറം നമ്മൾ വളരാൻ നമ്മൾ അനുവദിക്കുന്നില്ല. അതിന് നമ്മൾ കുറ്റപ്പെടുത്തും. ഞാൻ ഇത്രയും വർഷം ഈ പാസ്റ്ററിൻ്റെ കൂടെ നിന്നിട്ട് ഒരു സ്റ്റേജ് എനിക്ക് തന്നിട്ടില്ല. സ്തോത്രം. ഒരല്പനേരം എന്നെ ഒന്ന് പ്രസംഗിപ്പാൻ നമ്മുടെ സഭയിൽ സമ്മതിപ്പിച്ചിട്ടില്ല. അത് പാസ്റ്ററിൻ്റെ തെറ്റല്ല. ശ്രദ്ധിച്ച് കേട്ടോ, അത് സഭാ പാസ്റ്ററിൻ്റെ തെറ്റെന്ന് ഒരിക്കലും വിചാരിക്കരുത്. സഭാ പാസ്റ്റർ അല്ല സ്തോത്രം നിന്നെ പ്രസംഗിപ്പാൻ വിടുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി ലഭിക്കുമെന്നാണ് സ്തോത്രം തിരുവചനം പറയുന്നത്. നീ ഇരിക്കേണ്ടത് പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ഇരുന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടിപ്പങ്കിൻ്റെ ശക്തി നിന്റെ മേൽ വരൂ. എങ്കിൽ മാത്രമേ നിനക്ക് ദൈവവചനത്തിൻ്റെ ആ മേഖല തുറന്നു കിട്ടത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നീ കഴുകനെ ശ്രദ്ധിച്ചു നോക്കണം. കഴുകൻ ഒരിക്കലും താഴെ നോക്കി പറക്കത്തില്ല. അവൻ മുകളിൽ നോക്കിയേ പറക്കത്തുള്ളൂ, സൂര്യനെ നോക്കിയേ പറക്കത്തുള്ളൂ. കാരണം ഈ കാക്കകളൊക്കെ താഴെ നോക്കിയേ പറക്കുന്നേ. പക്ഷെ കഴുകൻ അങ്ങനെയല്ല. മനസ്സിലാക്ക്, സഭയ്ക്കകത്ത് ഒരു പാസ്റ്ററിൻ്റെ കൂടെ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ നിറഞ്ഞ് കവിയണം. ഇപ്പോൾ ഏലിയാവും എലീശയും നടന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നടക്കുന്നത് ഒരു അഭിഷിക്തൻ്റെ അടുക്കെ ആണോ അഭിഷിക്തൻ്റെ കൂടെയാണോ എന്നുള്ള ചിന്ത പോലും ചില നേരത്ത് നമുക്ക് കിട്ടത്തില്ല. കാരണം നീ ഒരു കാലഘട്ടത്തിൽ ജഡവുമായി നല്ല ബന്ധത്തിൽ നടന്ന വ്യക്തിയാണ്. അതല്ലേ പറഞ്ഞ, ഒരുവൻ സ്നാനപ്പെട്ടാൽ അവൻ പുതിയ സൃഷ്ടി, പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു. പക്ഷെ എന്തുകൊണ്ട് ആ പുതിയ മനുഷ്യൻ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ല?
ആ പുതിയ മനുഷ്യനെന്ന് പറയുമ്പോൾ അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവുമായി സംസാരിക്കുന്ന ഒരാളാണ്. ആ 3 മാസം നീ സ്നാനപ്പെട്ട് 3 മാസം വളരെ പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും പള്ളി പോക്കും ഒക്കെ ഉണ്ട്, എല്ലാ ആരാധനയിലും പങ്കെടുക്കും. പക്ഷെ ആ 3 മാസം കഴിഞ്ഞാൽ വീണ്ടും നീ ആ പഴയ മനുഷ്യനെ എടുത്ത് ധരിക്കുകയാണ്. അതെങ്ങനെ ധരിക്കുന്നത്? നിന്റെ ചിന്തയിൽ നിന്ന് നിന്നെ ദ്രോഹിച്ചവർ, നിന്നെ സ്തോത്രം മുഖത്ത് നോക്കി തെറി വിളിച്ചവർ, നിന്റെ കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിക്കണമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നടന്ന ആ വ്യക്തികളെ കാണുമ്പോൾ ആ പഴയ മനുഷ്യനെ എടുത്ത് ധരിക്കും. സ്തോത്രം. ഇവിടെ എങ്ങനെയാ ദൈവശബ്ദം കേൾക്കണം? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എങ്ങനെ കേൾക്കാൻ പറ്റുന്നത്? നിന്റെ ചുറ്റിനും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക, നീ കേൾക്കുന്നതും അതാ. പക്ഷെ ഏലീശ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു അരാം സൈന്യം അവിടെ വന്നിട്ട് ഏലീശ പേടിക്കാത്തതിൻ്റെ കാര്യം എന്തുവാ? ഏലീശ ഇസ്രായേൽ രാജാവിനോട് പറയുന്നുണ്ട്, ഇന്ന റൂട്ടിൽ കൂടി വരുന്നുണ്ട് അരാം സൈന്യം, നീ അത് നോക്കണം. ഇത് അരാം സൈന്യത്തിൻ്റെ രാജാവ് പറയുന്നത്, ഇത് ആരാണ് നമ്മളുടെ രഹസ്യങ്ങൾ പിടിച്ചെടുക്കുന്നത്? ഇതാര് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രവാചകനുണ്ട്. ശരി, എങ്കിൽ ഞാൻ അവനെ പിടിക്കാനായിട്ട് ഇവിടുന്ന് സൈന്യത്തെ അയക്കും. ഇതാണ് ആ ഒരു പശ്ചാത്തലം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേ, എന്തുകൊണ്ട് ഏലീശ അതിനെ പേടിച്ചില്ല? ഏലീശ ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം വാങ്ങി താൻ പ്രവർത്തിക്കാതിരുന്നില്ല. യോർദാനെ അടിക്കുന്നു, യോർദാൻ രണ്ടാവുന്നു. കോടാലി ഊരി വെള്ളത്തിൽ പോകുന്നു, ഒരു കമ്പ് വെട്ടി ഇടുന്നു, കോടാലി പൊങ്ങി വരുന്നു. സ്തോത്രം, സ്തോത്രം. ഒരു കുഞ്ഞ് മരിക്കുന്നു, ആ കുഞ്ഞിനെ ആത്മാവിനാൽ രക്ഷപ്പെടുത്തുന്നു, ആത്മാവിനാൽ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ നോക്ക്, അഭിഷേകം പ്രാപിച്ച ഏലീശ താഴ്ന്നു പോകുന്നില്ല. ആ അഭിഷേകത്തിനൊത്തവണ്ണം ഏലീശയുടെ ആ ഓരോ പെരുമാറ്റവും ഓരോ സംസാരവും ഓരോ നോട്ടവും എല്ലാം ഈ ഭൂമിയിലുള്ളതിനല്ല, സ്വർഗത്തിലുള്ളതിനത്രേ. നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഈ 2025 നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ ഓരോ പ്രാർത്ഥനകളും സ്തോത്രം വചനധ്യാനങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ. കാരണം ആ പഴയ മനുഷ്യൻ എങ്ങനെയാണ് വീണ്ടും നമ്മളിൽ നിന്ന് പൊങ്ങി വരുന്നത്? നമ്മുടെ ചിന്ത കാരണം. സ്തോത്രം. ആ പഴയ മനുഷ്യനെ അവനോട് കൂടി കുഴിച്ചിട്ടെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മളുടെ എത്ര പാസ്റ്റേഴ്സാ ഹൃദയം തുറന്ന് സ്തോത്രം പറയുന്നത്? എത്ര പേരുണ്ട് തമ്മിൽ? എത്ര വിശ്വാസികളുണ്ട് തമ്മിൽ സ്തോത്രം പറയുന്നവർ? ഒരു സഭയ്ക്കകത്ത് 30 കുടുംബം ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ പൈസ കടം വാങ്ങിക്കും. ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നവരാണ്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് തരാം കേട്ടോ. 5, 10 ആയി, 10, 20 ആയി. ഇപ്പോഴും പലിശയും ഇല്ല, പൈസയും ഇല്ല. ശ്രദ്ധിച്ചു നോക്ക്. ആത്മാവിൽ ഒരുമിച്ചിരുന്ന് ആരാധിച്ച വ്യക്തികളാണ്. നിസാരം ജഡത്തിൻ്റെ ചിന്തയ്ക്കകത്തുകൂടി പലിശ, പണം കണ്ട. സ്തോത്രം. നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. പക്ഷേ തിരുവചനം പറയുന്നു, ഏലീശയ്ക്ക് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കിൻ്റെ ആ അഭിഷേകത്തോടു കൂടി അങ്ങനെ നടക്കുകയാണ്. ഈ ഭൃത്യൻ ഓടി വന്ന് പറയുന്നു, സ്തോത്രം, അരാം സൈന്യം വളഞ്ഞു. പക്ഷെ അങ്ങനെ പറയുന്നു, ഭയപ്പെടണ്ട. അപ്പോൾ ഈ പുള്ളിക്കാരൻ എത്രയോ വർഷം കൂടെ നടന്നതാ. ഈ ഭയം എങ്ങനെ കയറി? എന്നാൽ ഏലീശനെ പിടിക്കാനല്ലേ പറഞ്ഞത്? ഏലീശയല്ലേ പേടിക്കേണ്ടേ? നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിനകത്ത് ദൈവവചനവുമായി കണക്റ്റിംഗ് ഉണ്ടെങ്കിലേ നമുക്ക് പ്രസംഗിക്കാൻ പറ്റൂ. അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കോപ്പി അടിച്ചിട്ട് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ഭരിക്കത്തില്ല, അത് എറിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒത്തിരി പ്രതിസന്ധികളുടെ മധ്യേ നമ്മൾ എവിടെയാ തിരിയുന്നത്? സ്തോത്രം. നമുക്ക് പെട്ടെന്നൊരു കോപം വരുന്നു, പെട്ടെന്നൊരു സംസാരം വരുന്നു. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? യേശു എന്താ പറയുന്നത്? കാര്യസ്ഥൻ നിന്നോട് കൂടെ വരും, അവൻ നിനക്ക് സകലതും ബോധ്യപ്പെടുത്തി തരും. നമുക്ക് നല്ലൊരു സ്തോത്രം പാസ്റ്റർ ഉണ്ടെങ്കിൽ, നല്ലൊരു അഭിഷേകം നിറഞ്ഞ പാസ്റ്റർ ഉണ്ടെങ്കിൽ ആ പാസ്റ്ററിൻ്റെ കൂടെ നമ്മൾ നടക്കണം. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇത് 2 ദിവസം വന്ന് 3 ദിവസം വന്ന് 4ാമത്തെ ദിവസം അവനെ പിടിച്ച് സ്നാനവും പെടുത്തി. പിന്നെ അവൻ ആ ചർച്ചിലെ ഹീറോയായി. സാത്താൻ അവൻ്റെ പുറകിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. യേശു സ്നാനപ്പെട്ടതിന് ശേഷമാണ് പിശാചിനോടുള്ള ഫൈറ്റ്. പക്ഷെ അവിടെ വചനം പറയുന്നു, ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ പുറപ്പെട്ടു. കണ്ട, പത്രോസിനെ നിങ്ങൾ നോക്കുക. സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പത്രോസെ ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ ചോദിച്ചതാണ് സാത്താൻ, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നു. നിങ്ങൾ വിചാരിക്കുന്നത് സ്നാനത്തോടു കൂടി എല്ലാം തീർന്നെന്നല്ല. സ്നാനത്തോടു കൂടി
സ്വർലോകത്തിൻ്റെ ഫൈറ്റിംഗ് തുടങ്ങിയാണ്. നമ്മൾ ആത്മാവിനാണ് സ്തോത്രം പ്രാർത്ഥിക്കേണ്ടതും ആത്മാവിനാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അത്രയും ജഡചിന്തകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞാൽ വചനം വിതച്ചു, അത് മുള്ളിൽ വീണു. മുള്ളോ നെരിച്ചു കളഞ്ഞു. ഏത് മുള്ള? നമ്മുടെ ഈ മൈൻഡിലെ ചിന്ത, ഭാര്യയോടുള്ളത്, ഭർത്താക്കന്മാരോടുള്ളത്, സഭയോടുള്ളത്, വിശ്വാസികളോടുള്ളത്, അയൽവക്കക്കാരോടുള്ളത്, ഇതെല്ലാം കൊണ്ട് നമ്മളങ്ങ് തിരിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും 30, 60, 100 മേനി വചനം നിന്റെ ഹൃദയത്തിൽ വിളയാൻ പാടില്ല. ആ വചനം നിന്റെ ഹൃദയത്തിൽ വന്ന നീ യേശുവിൻ്റെ കൂടെ നടക്കും, നീ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ ചെല്ലുന്നിടത്തെല്ലാം അത്ഭുതം സംഭവിക്കും. അതുകൊണ്ടല്ലേ പത്രോസിൻ്റെ നിഴല് തട്ടി രോഗി സൗഖ്യമായത്? ഈ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പത്രോസിൻ്റെ ഏത് നിഴല് തട്ടി സൗഖ്യമായി? ചിന്തിക്കേ. അപ്പോൾ ദൈവം വിളിച്ചു, വേർതിരിച്ചു, അഭിഷേകത്താൽ നിറച്ചപ്പോൾ ആ അഭിഷേകത്തിൻ്റെ അകത്ത് വളരാൻ പത്രോസിന് കൊതിയായി. പൗലോസിനെ നോക്ക്, പൗലോസിനെ ശ്രദ്ധിക്കേ. പൗലോസും അഭിഷേകത്തിൽ വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ശ്രമിക്കുന്നില്ല, നമ്മൾ താഴ്ന്നു പോകുന്നു. നമുക്ക് വചനം വായിക്കാൻ സമയമില്ല. എന്നാൽ ലോകപരമായി സ്തോത്രം പോകാനും വരാനും ടൂർ പോകാനും കറങ്ങാനും ഒക്കെ പോവും. തെറ്റെന്നല്ലേ ഈ പറഞ്ഞേ? സ്തോത്രം, സ്തോത്രം. വളരെ ശ്രദ്ധിക്കേ. ഈ അരാം സൈന്യത്തെ എലീഷ കണ്ടിട്ട്, കർത്താവെ ഇവരുടെ കണ്ണിനെ അന്ധമാക്കണേ. കണ്ട, അരാം സൈന്യത്തെ അന്ധമാക്കി. ഇനി ഈ എലീഷ എന്ത് സംസാരിക്കുമോ ദൈവം അവിടെ ചെയ്തു കൊടുക്കുകയാണ്. ഈ ഭൃത്യൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. പക്ഷെ നിങ്ങളവിടെ വായിച്ചു നോക്ക്, ആ ഭൃത്യൻ്റെ കണ്ണ് തുറന്ന് ആ പുള്ളിക്കാരനും കണ്ടത് അഗ്നിമയ രഥങ്ങളിലുള്ളത്. പക്ഷെ ആ താഴോട്ട് നമ്മൾ വായിച്ചു നോക്ക്, ഈ പുള്ളിയെക്കുറിച്ച് പിന്നെ അങ്ങോട്ട് സംസാരമൊന്നുമില്ല. നമ്മൾ പറയാറില്ലേ, ഒരു 10 മിനിറ്റ് പ്രാർത്ഥന, അയ്യോ എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് പറ്റുമോ? ഭൂതത്തെ പുറത്താക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അയ്യോ പിന്നെ പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? പാടാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇങ്ങനെ നിന്നെ നെഗറ്റീവ് വാക്ക് ഉപയോഗിച്ച് നിന്നെ അടിച്ചമർത്തിയാണ്. നിന്നെ കൊണ്ട് തന്നെ. യേശു എന്താ പറഞ്ഞേ? പോകുവിൻ. കണ്ട, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സർവ്വബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ആ സ്തോത്രം 70 പേര് ഓടി വന്ന് പറഞ്ഞ പദന്തോ, യേശുവേ നിന്റെ നാമം പറഞ്ഞതേയുള്ളൂ ഭൂതങ്ങൾ ഞങ്ങളുടെ കാൽ കീഴിൽ. അന്നേരം കർത്താവ് പറയുന്നു, ഭൂതങ്ങൾ നിങ്ങളുടെ കാൽ കീഴിലൊക്കെ ഞാൻ കണ്ടു, ശരി തന്നെ, പക്ഷെ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ കണ്ട എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കേ. കാരണം ഈ ഭൂമിയിൽ നീ ആയിരിക്കുന്നത് സ്തോത്രം ദൈവകൃപയിലാണ്. നീ സ്നാനപ്പെട്ടത് ദൈവത്തിൽ കൃപയിൽ വെച്ചിട്ടാണ്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം ബുദ്ധിയിൽ വചനം വായിക്കരുത്. മനുഷ്യർ പറയുന്നതെല്ലാം അങ്ങനെ എടുത്ത് വിഴുങ്ങരുത്. ആ മനുഷ്യൻ്റെ പുറകിൽ നിൽക്കുന്ന ആളെ കാണണമെങ്കിൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ എലീശയുടെ ഭൃത്യൻ വന്ന് പറഞ്ഞപ്പോൾ എലീശ വഴക്കുറയത്തുണ്ട്. നീ ഇത്ര നാൾ എൻ്റെ കൂടെ നടക്കുകയില്ലേ? നിനക്കൊരു ബോധവും ഇല്ലേടെ? പോയി നമ്മുടെ മേൽ നിൽക്കുന്ന ആത്മാവിനെ നിനക്ക് കണ്ടുകൂടെ? ഇതൊന്നും പറഞ്ഞില്ല. കർത്താവേ ഇവൻ്റെ കണ്ണ് തുറക്കണമേ. നല്ലൊരു അഭിഷിക്തനത്. നമ്മളുടെ ഇടയിൽ എത്ര അഭിഷിക്തന്മാർ ഇങ്ങനെയുണ്ട്? ആത്മാവിൻ്റെ യുദ്ധം പഠിപ്പിച്ചു കൊടുക്കുന്ന എത്ര അഭിഷിക്തന്മാരുണ്ട്? ഉണ്ടായിരിക്കും. നമ്മളുടെ ചർച്ചുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്നത് എന്തുവാ? വചനം പ്രസംഗിക്കുന്ന എന്തുവാ? നിനക്ക് അനുഗ്രഹം കിട്ടും, നീ ഈ ഭൂമിയിൽ നിനക്ക് അനുഗ്രഹം കിട്ടും. എടെ അനുഗ്രഹം കിട്ടും ഇല്ലെന്നല്ല, ഈ ഭൂമിയിലെ കാര്യമല്ലേ പറഞ്ഞു കൊടുക്കുന്നേ. നീ വെളിപ്പാട്, എഫെസ്യർ ഒക്കെ വായിച്ച് ഇറങ്ങി നോക്ക്. പൗലോസ് പറയുന്നു, ദുഷ്ടാത്മ സേനകളോടെയാണ് നമുക്ക് യുദ്ധം. ഇത് എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുന്നേ? ഇതെങ്ങനെ പഠിക്കുന്നേ നമ്മൾ? സ്തോത്രം. നമുക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് പഠിക്കാൻ എങ്ങനെ കയറിപ്പോണം അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരു പാസ്റ്ററെ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കാൻ വിളിച്ച പാസ്റ്റർ പറയും സമയമില്ല, അല്പം ബിസി. കുറ്റപ്പെടുത്തേണ്ടതല്ല. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് സ്വർലോകരുടെ യുദ്ധസേനകളുടെ വിവരങ്ങളെ ആത്മാവിൽ കണ്ടെത്തി മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയേണ്ടത്, നിന്റെ പ്രാർത്ഥനയെ തടസ്സമിടുന്ന നിന്റെ മാനുഷിക ചിന്തയെ നീ തന്നെ കൊടഞ്ഞ് ദൂരെ കളയണം. നീ എപ്പോഴും നിനക്കൊരു സ്തോത്ര പരിശുദ്ധാത്മാവിനാൽ കൂട്ടായ്മ വേണം. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, വിശ്വാസികളുണ്ടെങ്കിൽ അവരോടൊപ്പം നീയും ചേർന്ന് നിന്നോണം. അങ്ങനെ വളരാൻ പറ്റും. ദൈവവചനം സമയമെടുത്ത് വായിച്ച് ധ്യാനിക്കണം. അങ്ങനെ നിനക്ക് ജയിക്കാൻ പറ്റും. അവിശ്വാസികളോട് കൂടി നീ നടന്നു കഴിഞ്ഞാൽ നീ പൊളിഞ്ഞു പോവും, തൊലഞ്ഞു പോവും. ദൈവം പിന്നെ നിന്നെ ഉപയോഗിക്കത്തില്ല. പത്രോസ് അങ്ങനെ ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി.
പത്രോസ് സ്വർഗത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ച പത്രോസ് ഇറങ്ങി പൊക്കളഞ്ഞു. കാരണം സാത്താൻ അവൻ അങ്ങനെ ചിന്തിപ്പിച്ചെടുത്തു. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറയിൽ ഞാൻ എൻ്റെ സഭ, കണ്ട സഭയെ. ആ പത്രോസിന് പിന്നത്തിൽ മനസ്സിലായി, ഞാൻ കർത്താവിൻ്റെ മകനാണ്. കണ്ട, പിന്നത്തതിലാണ് മനസ്സിലായി. അത് യേശു രണ്ടാമത് ചെന്ന് വീണ്ടും കടലിൽ നിന്ന് വിളിച്ചോണ്ട് വരിക. സ്തോത്രം. അപ്പോൾ ആ പത്രോസിനെ എന്തെല്ലാം വഴിയിൽ കൂടി സാത്താൻ ചിന്തയിൽ പരമായി ആമേൻ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. പഠിക്കാതിരിക്കരുത്. ബൈബിളിനകത്ത് അഭിഷിക്തന്മാർ എങ്ങനെ വീണുപോയി, ഇത്രയും പറയുന്ന സ്തോത്രം, ദാവീദ് എങ്ങനെ വീണുപോയി. ഇനി ഓരോ വ്യക്തികളെക്കുറിച്ച്, ഇനി ശകുലിനെ നിങ്ങൾ എടുത്തു നോക്കുക. ശകുലിനെ തിരഞ്ഞെടുത്തത് മനുഷ്യനാണ്, ദൈവമല്ല. ആ ശകുൽ എത്ര അഭിഷേകം വീണിട്ടും ശകുലിൻ്റെ സ്വഭാവം അസൂയ, എന്നേക്കാൾ വളർന്നുപോയി. കണ്ട, അത് ദൈവത്തിന് വിരോധമായി മാറിപ്പോയി. നിന്റെ അകത്ത് നിൽക്കുന്ന വൈരാഗ്യങ്ങൾ, അസൂയകൾ, ഇതൊക്കെ ശ്രദ്ധിക്കേ. ഞാൻ എന്തിനാ ഇത് പറയുന്നേ? നിന്റെ മേൽ പരിശുദ്ധാത്മാവ് 2025 പല അത്ഭുതങ്ങളും നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ അത് പറ്റൂ. സെഫാനോസിനെ കല്ലെറിയുമ്പോൾ തിരുവചനം പറഞ്ഞവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. കണ്ട, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സംസാരിച്ചു. അവിടെ നിന്റെ പഠിത്തമല്ല വേണ്ടേ, നിന്റെ ജ്ഞാനമല്ല വേണ്ടേ, ദൈവത്തിന് മേൽ മുട്ടുമടക്കിയിട്ട് പറ, പപ്പ നീ മാത്രം യോഗ്യൻ, എന്നെക്കൊണ്ട് മാത്രമേ എന്നെ നിന്റെ വേലയ്ക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. സമർപ്പിക്കുക. നമ്മുടെ ചുറ്റും കിടക്കുന്ന ആ ജഡചിന്തയിൽ പോകരുത്. ഈ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകണം, നിങ്ങളത് പഠിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, സഭകളിൽ പ്രസംഗിക്കുന്നത് കേൾക്കേണ്ടതല്ല, കേൾക്കണം. പക്ഷെ നിങ്ങൾ വീട്ടിൽ വന്നിരുന്ന് ആ വചനം ധ്യാനിക്കണം. എന്താണ് യുദ്ധം, എന്താണ് സ്തോത്രം, സ്വർഗ്ലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും അധോലോകത്തിൻ്റെയും ആമേൻ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാര്യങ്ങൾ എന്താ? ആമേൻ സ്തോത്രം. പൗലോസ് എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചേ? ചിന്തിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.